നമസ്കാരം. 2 ദിവസത്തെ ഒളിവ് ജീവിതത്തിന് ശേഷം റീൽസ് എടുത്ത് വിവാദത്തിലായ ഷംജിദ മുസ്തഫ എന്ന ആ യുവതി ഇതാ ഇപ്പോൾ വടകരയിലുള്ള അവരുടെ ബന്ധു വീട്ടിൽ നിന്ന് അറസ്റ്റിലായിരിക്കുകയാണ്. ഇത് സോഷ്യൽ മീഡിയയിൽ ഈ വിവരം കാട്ടുതീ പോലെ പടർന്നുകൊണ്ടിരിക്കുകയാണ്. കാരണം ഈ സംഭവം നടന്നതിന് ശേഷം 41 വയസ്സുള്ള ഒരു പാവം യുവാവ് സ്വയം ജീവനൊടുക്കുകയുണ്ടായി. അതിനുശേഷം ഈ സ്ത്രീക്കെതിരെ വ്യാപകമായിട്ടുള്ള വിമർശനമാണ് സോഷ്യൽ മീഡിയയിലും അല്ലാതെയുമൊക്കെ ഉയർന്നത്. അപ്പോൾ തീർച്ചയായിട്ടും അവർക്കെതിരെ പോലീസിന് കേസെടുക്കേണ്ടതായി വന്നു. മാത്രമല്ല വക്കീലന്മാരടക്കമുള്ളവർ ഇവർക്കെതിരെ കേസുമായിട്ട് മുന്നോട്ട് വരും എന്ന് പറഞ്ഞു. പിന്നെ സോഷ്യൽ മീഡിയയിലുള്ള വലിയ രീതിയിലുള്ള ക്യാമ്പയിൻ ഇവർക്കെതിരെ ഉണ്ടായിരുന്നു. കൂടാതെ മറ്റ് സെലിബ്രിറ്റികളടക്കമുള്ളവരും വലിയ രീതിയിൽ ഇവർക്കെതിരെ പ്രതികരണം നടത്തിയിരുന്നു. അപ്പോൾ ഇവരെ അറസ്റ്റ് ചെയ്യുമെന്ന കാര്യം ഏതാണ്ട് ഉറപ്പായിരുന്നു. പക്ഷേ ഇവരുടെ സുഹൃത്തുക്കളോട് പറഞ്ഞത് താൻ വിദേശത്തേക്ക് പോവുകയാണ് എന്നൊക്കെ പറഞ്ഞ് തെറ്റിദ്ധരിപ്പിച്ച് പക്ഷേ വടകരയിലുള്ള ഇവരുടെ ഒരു ബന്ധു വീട്ടിൽ തന്നെ ഒളിവിൽ കഴിയുകയായിരുന്നു. ഒടുവിൽ അവരെ അറസ്റ്റ് ചെയ്ത വാർത്ത പുറത്തേക്ക് വരുന്നു. അറസ്റ്റ് ചെയ്ത് വാഹനത്തിൽ കയറ്റിക്കൊണ്ട് പോകുന്ന ദൃശ്യങ്ങളും പുറത്തേക്ക് വരുമ്പോൾ അതും സോഷ്യൽ മീഡിയയിൽ വലിയ രീതിയിൽ വ്യാപകമായ രീതിയിൽ അതൊരു ട്രോളായും മറ്റുമൊക്കെ പ്രചരിക്കുന്നുണ്ട്. അവരെ കൊണ്ടുപോകുമ്പോൾ വനിതാ പോലീസ് വേണം, പുരുഷ പോലീസുകാരും അവരുടെ അടുത്ത് നിൽക്കാനോ തൊടാനോ പിടിക്കാനോ ഒന്നും പാടില്ല. അങ്ങനെയാണെങ്കിൽ അടുത്ത റീലായിരിക്കും അവർ ഇറക്കാൻ പോകുന്നത് എന്ന തരത്തിൽ യഥാർത്ഥത്തിൽ ഇത് തമാശ കളിക്കേണ്ട അല്ലെങ്കിൽ ട്രോളാക്കേണ്ട ഒരു വിഷയമല്ല. അത്ര നിഷ്കളങ്കമായിട്ടുള്ള കാര്യമല്ല അവർ ചെയ്തത്. അവർക്ക് സോഷ്യൽ മീഡിയയിലും മറ്റുമൊക്കെ ശ്രദ്ധ കിട്ടാൻ വേണ്ടി അവരുടെ റീൽസിന് റീച്ച് കിട്ടാനും അവരുടെ മറ്റുള്ളവരുടെ ശ്രദ്ധ കവരാനും ഒക്കെ വേണ്ടിയിട്ട് ബോധപൂർവം ചെയ്തു വെച്ച ഒരു കാര്യം ഒരു മനുഷ്യൻ്റെ ജീവൻ എടുക്കുന്ന അത്തരത്തിൽ ചെന്ന് കലാശിക്കുകയും ഒടുവിൽ പൊതു മനസ്സാക്ഷിക്ക് മുന്നിൽ തന്നെ കുറ്റവാളിയായി നിൽക്കപ്പെടുകയും ചെയ്ത ഒരു യുവതിയാണ്. അവരെയാണ് ഇപ്പോൾ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകുന്നത്. ഇതുകൊണ്ട് മാത്രം എല്ലാം കഴിഞ്ഞു എന്ന് പറയാൻ പറ്റില്ല. കാരണം ഇത് സോഷ്യൽ മീഡിയ വഴിയാണല്ലോ ഈ സംഗതി നമ്മൾ കണ്ടത്. അപ്പോൾ അതിനുപയോഗിച്ച ഫോൺ കണ്ടെത്തേണ്ടതുണ്ട്. പിന്നീട് ആ ഫോൺ തന്നെയാണ് എടുത്തത് എന്ന് തെളിയിക്കേണ്ടതുണ്ട്. പോലീസിന് മുന്നിൽ ഇനിയും കുറേ പണികൾ ബാക്കിയുണ്ട്. തീർച്ചയായിട്ടും ഈ സംഗതികളെല്ലാം കറക്റ്റായിട്ട് കണ്ടെത്തി തെളിവടക്കം കോടതിയിൽ ഹാജരാക്കിയില്ല എങ്കിൽ അവർ നിസ്സാരമായിട്ട് അതിൽ നിന്ന് ചാടിപ്പോവും അല്ലെങ്കിൽ ഊരിപ്പോവും. കാരണം ഇതിനകം തന്നെ അവരെ കേസിൽ നിന്ന് രക്ഷിക്കാനുള്ള നീക്കങ്ങൾ അണിയറയിൽ തുടങ്ങിക്കഴിഞ്ഞിരിക്കുമെന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല. നമ്മുടെ കാഷായം ഗ്രീഷ്മേനെ എങ്ങനെയാണോ പോലീസ് പൂട്ടിയത്, ഒടുവിൽ കോടതിക്ക് അവർക്ക് വധശിക്ഷ വിധിക്കുന്ന ഒരു അമ്പരപ്പിക്കുന്ന ഒരു വിധി തന്നെയാണ് ആ സമയത്ത് നമ്മൾ കേട്ടത്. എന്ന് പറഞ്ഞ പോലെ അതിലും അത്ര കടുത്ത രീതിയിലുള്ള ശിക്ഷയൊന്നും ഈ കേസിൽ ഇവർക്ക് കിട്ടില്ല എന്ന കാര്യം ഏതാണ്ട് ഉറപ്പാണ്. പക്ഷേ മതിയായ ശിക്ഷ, അതായത് പൊതുസമൂഹത്തിനെങ്കിലും ബോധ്യപ്പെടുത്താനെങ്കിലും അതിനുള്ള ഒരു മറ്റുള്ളവർക്കൊരു മുന്നറിയിപ്പ് അല്ലെങ്കിൽ ഒരു ഇതുപോലെ നടക്കുന്നവർക്ക് ഒരു പാഠമായിട്ടെങ്കിലും ഇവർ ശിക്ഷിക്കപ്പെടണം എന്ന് തന്നെയാണ് ബഹുഭൂരിപക്ഷം മലയാളികളും ആഗ്രഹിക്കുന്നത്. അതിനാൽ പഴുതടച്ചുള്ള ഒരു കുറ്റപത്രമായിരിക്കണം കോടതിയുടെ മുന്നിൽ എത്തേണ്ടത്. അതിന് പോലീസിൻ്റെ മുന്നിൽ ഇനിയും ഏറെ കടമ്പകളുണ്ട്. ആദ്യമായി അവർ ഉപയോഗിച്ച ഫോൺ കണ്ടെത്തുക എന്നത് തന്നെയാണ് പ്രധാനപ്പെട്ട ഒരു കടമ്പ. ആ കടമ്പ കഴിഞ്ഞതിന് ശേഷം ഇത് ബോധപൂർവമാണ് അവർ ചെയ്തത് എന്നുകൂടി പോലീസിന് കോടതിക്ക് മുന്നിൽ തെളിയിക്കേണ്ടതുണ്ട്. ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം മാത്രമേ അവർ കുറ്റവാളിയാണ് എന്ന് കോടതിക്ക് ബോധ്യമാവുകയും അവർ അർഹിക്കുന്ന ആ ശിക്ഷ കൊടുക്കുകയും ചെയ്യൂ. അല്ല എങ്കിൽ കുറേ നാൾ കഴിയുമ്പോൾ അവർ നിസ്സാരമായിട്ട് ഇറങ്ങിപ്പോവും. ആളുകൾ, നമ്മളടക്കം എല്ലാവരും ഈ കാര്യം മറന്നു പോവുകയും ഒടുവിൽ നഷ്ടപ്പെട്ടത് ആ യുവാവിൻ്റെ മാതാപിതാക്കൾക്ക് മാത്രമാവുകയും ചെയ്യും. അതാണ് ഇത്തരം കേസുകളുടെ ഒരു പ്രത്യേകത.